Wow! This is ഈ Sennheiser 450 HD SCയുടെ ഹെഡ്ഫോണിൻ്റെ പുതിയ ഇയർപാഡാണിത്. നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇപ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അടുത്ത ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ വില 2000 ആണ്. പേപ്പറൊക്കെ വന്നിട്ടുണ്ട് കൂടെ. പക്ഷെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഓഫ് 627 ഓഫറിന് വാങ്ങിച്ചു. ഇതെടുക്കാം, നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇത് റൈറ്റ് ആണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ ഹെഡ്ഫോണിൻ്റെ റൈറ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് ഇടുന്നു. നമ്മൾ പ്രത്യേക യൂട്യൂബ് ചാനലുണ്ട് ഇങ്ങനത്തെ അതിൻ്റെ ചില സാധനങ്ങൾ സൈക്കിൾ തുടയ്ക്കുന്ന സൈഡ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നതാണ്. ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ നമുക്ക് കാണാം. അടുത്ത ഈ മൊബൈൽ റിപ്പയറിങ്ങും നമ്മൾ ഇതേ ചാനലിൽ തന്നെ കാണിക്കുന്നതാണ്. ഇത് ഹെഡ്ഫോൺ റിപ്പയറാണ്. പോക്കോ M2 പ്രോയുടെ ടച്ച് സ്ക്രീൻ LCD ഡിസ്പ്ലേ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതും ഇതേ ചാനലിൽ നമ്മൾ കാണിക്കും. പിന്നെ സാംസങ് ടാബ് A9 ഗാലക്സി ടാബ് A9 ടച്ച് LCD സ്ക്രീൻ റീപ്ലേസ്മെൻറ്റും എങ്ങനെയാണെന്നുള്ളതും ഇതേ ചാനലിൽ തന്നെ കാണിക്കും. ഇതിപ്പോൾ സെനൈസറിൻ്റെ ഹെഡ്ഫോൺസിൻ്റെ ഇയർപാഡ് കംപ്ലൈൻ്റ് ആവാറുണ്ട്. കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഏകദേശം അതിനെക്കാട്ടി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്. നല്ലതാണ് കാണിക്കുന്നത്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. യാത്രയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ബെറ്റർ ആയിരിക്കും. നോക്കുക, അങ്ങനെ ഹെഡ്ഫോൺ ഇയർപാഡ് മാറിയപ്പോൾ തന്നെ എൻ്റെ ലെവൽ മാറിയിട്ടുണ്ട്. തുടച്ചെടുക്കാൻ മതി. എല്ലാ എഡ്ജും അകത്തേക്ക് പോയെന്നുള്ളത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് ഇളകി പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇയർപാഡ് മൊത്തം മാറ്റേണ്ടി വരും. അടുത്ത നമ്മൾ ഒരു റൈറ്റിംഗ് പാഡാണ്. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെ റൈറ്റിംഗ് പാഡ് യൂസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ള അടുത്ത റൈറ്റിംഗ് പാഡിൻ്റെ അൺബോക്സിങ് കാണാം അടുത്ത വീഡിയോയിൽ.